നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ വാട്സപ്പിൽ ഒരുപാട് രഹസ്യമായിട്ടുള്ള ടിപ്സുകൾ ട്രിക്സുകളും ഒക്കെ ഉണ്ട്. ഒരുപാട് വീഡിയോ നമ്മൾ വാട്സപ്പിനെ പറ്റി ചെയ്തിക്ക്, ഇനി ഒരുപാട് ചെയ്യേണ്ട, ഇനി ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റുകളും വരേണ്ട. അതിന്റെ ഒക്കെ വീഡിയോ നമുക്ക് ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. വളരെ ഉപകാരമുള്ള ഒന്ന് രണ്ട് ട്രിക്കുകൾ. എന്തൊക്കെയാ സംഭവങ്ങള്? നമുക്ക് വാട്സപ്പ് ഒന്ന് തുറക്കാം. വാട്സപ്പ് തുറന്നാല് നിങ്ങൾക്ക് ഇതുപോലെ ചില മെസ്സേജുകൾ വരും. ഒരു ഇമേജ്, അതിന്റെ കൂടെ ടെക്സ്റ്റ്. ഈ ഇമേജും ടെക്സ്റ്റും ഒന്നിച്ചുള്ള നമ്മൾ ഷെയർ ചെയ്യുന്ന നേരം ഇമേജ് മാത്രമാവും, ടെക്സ്റ്റ് പോവുകയില്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് ഇത് കോപ്പി ചെയ്യാനും ആകുകയില്ല, ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യാനും ആകുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് വരുന്ന ഇമേജും ടെക്സ്റ്റും ഒന്നിച്ച് വരുന്ന ഇതുപോലുള്ള പോസ്റ്റുകൾ അതെങ്ങനെ ഒന്നിച്ച് തന്നെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അതിലുള്ള ടെക്സ്റ്റ് എങ്ങനെ കോപ്പി ചെയ്യുക എന്നൊക്കെയുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിക്ക്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെ നമുക്ക് ഇതിലുള്ള ഈ ഇമേജ് ഇല്ലാണ്ട് ടെക്സ്റ്റ് മാത്രം കോപ്പി ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടേ? ജസ്റ്റ് ആ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഇമേജ് വന്ന് ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ താഴെ ആ ടെക്സ്റ്റുകൾ, ഇമേജിന്റെ കൂടെയുള്ള ടെക്സ്റ്റുകൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം. റീഡ് മോർ കൊടുത്താൽ അത് തീർത്ത് നമുക്കിവിടെ കിട്ടും. അതിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ കണ്ടോ മെസ്സേജ് കോപ്പിയിട്. റീഡ് മോർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഈ ടെക്സ്റ്റുമ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. കണ്ടോ മെസ്സേജ് കോപ്പിയിട്. നമുക്ക് ആ പോസ്റ്റിലുള്ള ടെക്സ്റ്റ് മാത്രം കോപ്പിയായി. ഇതാ ഇനി നമുക്ക് എവിടെ അത് പേസ്റ്റ് ചെയ്യാം. കണ്ടോ ആ ടെക്സ്റ്റ് മാത്രം ഞാൻ കോപ്പി ചെയ്തിട്ട് സെൻഡ് ചെയ്ത് നമുക്ക് എവിടെ ഇത് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താ? അതും ഇൻട്രസ്റ്റിംഗ് ആണ്. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമുക്ക് വാട്സപ്പിൽ ഒരുപാട് കോളുകൾ വരും. പരിചയമുള്ള നമ്പറിന്, പരിചയമില്ലാത്ത നമ്പറിന്, കോണ്ടാക്റ്റിൽ ആഡ് ചെയ്ത നമ്പറിന്, ആഡ് ചെയ്യാത്ത നമ്പറിന് ഒക്കെ ഒരുപാട് കോള് വരും. ചില സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായി കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്. അതും അല്ലാണ്ട് ആർക്കെങ്കിലും നമ്മളെ വാട്സപ്പ് നമ്പർ കിട്ടിയാൽ അവരിങ്ങനെ വിളിച്ച് സ്വീപ്പായിക്കൊണ്ടിരിക്കും. വെറുതെ ഇങ്ങനെ വിളിക്കും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന കോളുകൾ ബ്ലോക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലിയിലൊക്കെ ആകുന്ന നേരം കോളുകൾ വരണ്ട എന്നുണ്ടെങ്കിൽ കോളുകൾ മാത്രമായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. വാട്സപ്പിൽ നിന്ന് മെസ്സേജ് പോവും, മെസ്സേജ് വരും, നമുക്ക് അയക്കാം, റിസീവ് ചെയ്യാം. അതുപോലെ ഇന്റർനെറ്റ് നമുക്ക് എവിടെ ഉപയോഗിക്കാം. പക്ഷേ വാട്സപ്പിലെ കോളുകൾ മാത്രം നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടേ? അതിന് വാട്സപ്പ് കോൾ ബ്ലോക്കർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്താല് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരിക. അവിടെ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം താഴെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്ന നേരം നോട്ടിഫിക്കേഷൻ ആക്സസ് പെർമിഷൻ കൊടുക്കണം, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ പ്രീമിയം എടുക്കാനുള്ള പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതൊന്നും നമുക്ക് വേണ്ട. മേലെ ഇടത് ഭാഗത്ത് ഒരു ഇൻറ്റു മാർക്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അതങ്ങ് പോവും. പിന്നെ ഇവിടെ മേലെ വാട്സപ്പ് ബിസിനസ്, ഇത് രണ്ടും ഓണിലാവുന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി. നമുക്ക് വാട്സപ്പിൽ വരുന്ന എല്ലാ കോളുകളും ബ്ലോക്ക് ആവും. ഇനി അതിന് ശേഷം താഴെ ഓൾ കോൾസിലാ ഡീഫാൾട്ട് ആയിട്ട് ഉണ്ടാവുക. ഇവിടെ നമുക്ക് കോണ്ടാക്റ്റിലുള്ള ആൾക്കാർ വിളിക്കുന്നത് ബ്ലോക്ക് ചെയ്യാനുണ്ടെങ്കിൽ മൈ കോണ്ടാക്ട് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റിൽ ആഡ് ചെയ്യാത്ത പുറത്തുനിന്നുള്ള നമ്പർ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടിയെന്നുണ്ടെങ്കിൽ അൺനോൺ നമ്പേഴ്സ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് വിട്ടാൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു നമ്പറിനും കോള് വരികയില്ല, എല്ലാം ബ്ലോക്ക് ആവും. ഇനി നാലാമത്തെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, കസ്റ്റം എന്നുള്ള. നമുക്ക് ഏത് നമ്പറിനാണോ കോള് വരണ്ടാത്ത ആ നമ്പർ മാത്രം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കസ്റ്റമൈസ് ചെയ്യാം. സംഭവം ചില സമയത്ത് വളരെ ഉപകാരമുള്ളതാണ്. ആരെങ്കിലും നമ്മളെ വിളിച്ചാൽ നമുക്ക് കോള് വരില്ലെങ്കിലും വാട്സപ്പിൽ അതിന്റെ ഒരു മിസ്ഡ് കോളായിട്ട് അത് കാണിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളൊരു ജോലിയിലൊക്കെ ഉള്ള സമയത്ത് ആ വിളിച്ചുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കേണ്ട ആളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. ഇനി എന്താ അതിനിടയിൽ വിളിച്ചെന്നൊന്ന് തിരിച്ച് വിളിച്ചിട്ട് ചോദിക്കാം. സംഭവം അങ്ങനെ കറക്കണല്ലേ. അപ്പൊ വാട്സപ്പിനെ പറ്റിയുള്ള ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പൊ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.